ഈ വീഡിയോയിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് യുകെയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു റാലി ഇല്ലേ, മാസീവ് ആയിട്ടുള്ളൊരു റാലി. യുകെയുടെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരു റാലി, പ്രത്യേകിച്ച് നാഷണലിസ്റ്റുകൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു റാലി സംഭവിച്ചിട്ടില്ല. ഈ നാഷണലിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും യുകെ പൗരന്മാർ അഥവാ ഇംഗ്ലീഷുകാർ എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആ റാലി നടന്ന സമയത്ത്, ആ പ്രൊട്ടസ്റ്റ് നടന്ന സമയത്ത് ലാസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം ആ ഒരു റാലിയെ തുടർന്ന് ഞാൻ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യക്കാരെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കുന്നു, യുകെക്കും ഇന്ത്യക്കാരെ വേണ്ട എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ കാണാനിടയായി. അപ്പോഴേ എനിക്ക് ഇതിനകത്തൊരു പന്തികേട് തോന്നി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, യുകെയിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന് പല പല റീസൺ ഉണ്ട്. നമ്മൾ 3 തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ അവിടെ നടന്നതായിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് മാത്രമാണ് ഈ ഒരു ആൻറ്റി ഇമിഗ്രൻറ്റ് അഥവാ ഈ ഒരു നാഷണലിസ്റ്റുകൾ നടത്തിയ ആ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് യുണൈറ്റ് ദ കിങ്ഡം എന്നാണ് ഈ ഒരു മൂവ്മെന്റിന്റെ പേര്. ഈ യുണൈറ്റ് ദ കിങ്ഡം എന്നുള്ളത് അവർ എന്തുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞാൽ, ഇതൊരു പ്രത്യേക തരം അജണ്ടയെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെർമിനോളജി അവർ ഉപയോഗിക്കുന്നത്. ആ പ്രത്യേക തരം അജണ്ട എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് റീപ്ലേസ്മെന്റ്. ഈ മൈഗ്രേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇമിഗ്രന്റുകൾ വന്ന് ഇങ്ങനെ നിറഞ്ഞു കുന്നുകൂടി ഇവരുടെ കയ്യിലുള്ള ഭരണമെല്ലാം അവർ പിടിച്ചെടുക്കുക. അതുപോലെ യു കെ പൗരന്മാരുടെ മക്കൾക്ക്, നാളത്തെ തലമുറകൾക്ക് പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ എയ്ഡോ അല്ലെങ്കിൽ അവരുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുടെ വർക്ക് ഫോഴ്സ്, ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇമിഗ്രന്റുകൾ ആ രാജ്യത്തിനെ ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതിനെയാണ് ഗ്രേറ്റ് റീപ്ലേസ്മെന്റ് എന്ന് അവർ വിളിക്കുന്നത്. ഈ ഗ്രേറ്റ് റീപ്ലേസ്മെന്റിന് എതിരായിട്ടാണ് ടോമി റോബിൻസൺ യുണൈറ്റ് ദ കിങ്ഡം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു റാലി നടത്തിയത്. ഇതാണ് സംഭവം. ഇപ്പൊ ടോമി റോബിൻസൺ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയല്ല ടാർഗറ്റ്, അതിലും പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിൽ നിന്നും യു കെയിലേക്ക് പോകുന്ന നോൺ മുസ്ലിംസ് ഒരു പ്രശ്നമേ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ വിഷയം എങ്ങോട്ട് വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഇന്ത്യക്കാരല്ല ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നും യു കെയിലേക്ക് വരുന്ന ആൾക്കാർ പൗരബോധമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും വരുന്ന സിറ്റിസൺസ് യു കെക്ക് ആവശ്യമാണ്. ഒരുപാട് പല മേഖലകളിലും അവർ എഫക്റ്റീവായിട്ടുള്ള ഏരിയകളിൽ അവർ സർവീസ് സെക്ടറിലൊക്കെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാരെ പുറത്താക്കുന്നതല്ല ടോമി റോബിൻസൺ പറഞ്ഞു വെക്കുന്നത്. റോബിൻസൺ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഇലോൺ മസ്കിന്റെ സെയിം ആശയത്തിൽ തന്നെയാണ് ടോമി റോബിൻസൺ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. ഇലോൺ മസ്ക് അതായത് ഒരു 16 വയസ്സ് കുട്ടി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ അബ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജാണ് ഇലോൺ മസ്ക് തുടരെ ട്വിറ്റർ അഥവാ ഇന്നത്തെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇലോൺ മസ്ക് പങ്കുവച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ ഇലോൺ മസ്ക് ആണ് ഈ യുണൈറ്റ് ദ കിങ്ഡം എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവനയ്ക്ക് ഇത്രമാത്രം ഒരു എഫക്റ്റീവ്നെസ് നൽകിയത്, ഇത്രമാത്രം ഒരു പവർ നൽകിയത് എന്നുള്ള രീതിയിലുള്ള ഹോർഡിങ്സ് ഒക്കെ യു കെയിൽ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇലോൺ മസ്കിനും ടോമി റോബിൻസന്റെ അതേ നിലപാട് തന്നെയാണ്. ടോമി റോബിൻസൺ ഇത്തരം നിലപാടുകൾ എടുത്ത് കുറെ കാലമായി. പക്ഷെ ഇപ്പോഴാണ് പുള്ളിയുടെ ആ ഒരു നിലപാടുകളാണ് ശരി എന്ന് വെച്ചുകൊണ്ട് ഒരുപാട് യു കെ സിറ്റിസൺസ് അഥവാ ഇംഗ്ലീഷുകാർ ടോമി റോബിൻസനെ പിന്തുണയ്ക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടോമി റോബിൻസൺ ഇപ്പോൾ യു കെയിലുള്ള എല്ലാ ഇമിഗ്രന്റുകളെയും പിടിച്ചങ്ങ് പുറത്താക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. പുള്ളിയുടെ നിലപാട് അതല്ല. പുള്ളി വളരെ വ്യക്തമാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ട്രംപിന് എന്തുകൊണ്ടാണ് റെഡ് കാർപ്പറ്റ് യു കെയിൽ നിഷേധിച്ചത്, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോവാം. കാരണം 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇമ്മാനുവൽ മാക്രോൺ യു കെ സന്ദർശിച്ച സമയത്ത് പോലും റെഡ് കാർപ്പറ്റ് വിരിച്ച് തന്നെയാണ് സ്വീകരിച്ചത്. എന്നിട്ട് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ. വേണമെങ്കിൽ ആ ക്ലിപ്പ് ഒന്നുകൂടി ഞാനിവിടെ ആഡ് ചെയ്യാം. എത്ര ശോകമായിട്ടാണ് ട്രംപിനെ യു കെ വെൽക്കം ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ആഗോളതരത്തിലുള്ള ഒരു ടോപ്പ് മോസ്റ്റ് ലീഡർ ട്രംപ് ലോക പോലീസാണ്, അമേരിക്കൻ പ്രസിഡന്റാണ്. ഈ അമേരിക്കൻ പ്രസിഡന്റ് യു കെയിൽ പോയി ഇറങ്ങുമ്പോഴത്തേക്കും വളരെ പരിതാപകരം. അപ്പോൾ ഇത് പർപ്പസ്ഫുള്ളി ചെയ്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. പുറകിൽ വോട്ട് ബാങ്കാണ്. ട്രംപിനെ താല്പര്യമില്ലാത്ത ഫ്രീ പാലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് യു കെയുടെ പാർലമെന്റിന്റെ ഉള്ളിൽ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ സംഘടനയെ നിരോധിച്ചെങ്കിലും ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ ഈ സംഘടനയ്ക്ക് വളരെയധികം ശക്തി ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് യു കെയുടെ ഉള്ളിൽ. അപ്പോൾ അതുപോലെ ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞത് ഈ മൈനോറിറ്റി വോട്ടുകൾ, ഈ മൈനോറിറ്റി വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കീർ സ്റ്റാർമർ ആ വോട്ട് നമുക്ക് നഷ്ടപ്പെടും, ഫ്യൂച്ചറിൽ നമുക്കത് കിട്ടാതെ പോകും എന്നുള്ള രീതിയിലാണ് വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ റെഡ് കാർപ്പറ്റ് ട്രംപിന് അവഗണിച്ചതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് വളരെ കൃത്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആരായാലും പേരിന് വേണ്ടിയില്ലെങ്കിൽ, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ട്രംപിനല്ല, അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആ ഒരു ഡെസിഗ്നേറ്ററി, ആ പൊസിഷനാണ് ഈ റെഡ് കാർപ്പറ്റ്, അല്ലാതെ ട്രംപിനല്ല റെഡ് കാർപ്പറ്റ്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷൻ ഉണ്ട്, ആ പൊസിഷൻ, ആ ചെയറിനാണ് റെഡ് കാർപ്പറ്റ്. ആ റെഡ് കാർപ്പറ്റ് അവിടെ നിന്ന് മിസ്സിംഗ് ആണ്. ഇത് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി ട്രംപിന്. ഏത് രാജ്യത്തിന്റെ നേതാവ് പോയാലും റെഡ് കാർപ്പറ്റ് ഇട്ട് വെൽക്കം ചെയ്യുന്ന യു കെ, ട്രംപിന് റെഡ് കാർപ്പറ്റ് ഇട്ടില്ല. ഇത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ട്രംപ് ആണെങ്കിൽ ഏതാണ്ട് 42 ബില്യന്റെ ഡീലാണ് യു കെയും അമേരിക്കയും തമ്മിൽ ഒരു കരാർ റെഡിയായത്. അതായത് യുറേനിയം, ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ന്യൂക്ലിയർ സബ്സ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറായിരുന്നത്. അപ്പോൾ ആ കരാറൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. യു കെക്കുള്ളിൽ ഭൂരിപക്ഷം ജനങ്ങൾക്കും താല്പര്യമില്ല.
കാരണം വേറെ ഒന്നുമല്ല, അവരെല്ലാം മൈനോറിറ്റി സപ്പോർട്ടേഴ്സാണ്. ഈ മൈനോറിറ്റി സപ്പോർട്ടേഴ്സ് എല്ലാം തന്നെ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന് താല്പര്യമില്ല. അതുകൊണ്ട് ട്രംപിന് ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കണ്ട എന്ന് ഇന്റർനലി തീരുമാനിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ വരുന്നത്. ആ തീരുമാനത്തിന് കീർ സ്റ്റാർമറിന് വഴങ്ങേണ്ടി വന്നു. ശോകം എന്ന് പറഞ്ഞാൽ ശോകം, അതാണ് അവസ്ഥ. കീർ സ്റ്റാർമറിനുള്ള ജനപിന്തുണ വളരെ വളരെ കുറവാണ്. ഈ ഇലക്ഷൻ ജയിച്ച് പൊസിഷനിൽ വന്നിട്ട് വളരെ ചെറിയ കാലയളവിൽ തന്നെ ജനപ്രീതി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ കീർ സ്റ്റാർമർ നമ്പർ 1 തന്നെയായിരിക്കും. പൊതുവെ യു കെക്കുള്ളിൽ ഇതേപോലെ ഫോറിൻ ലീഡേഴ്സോ പ്രൈം മിനിസ്റ്റേഴ്സോ ആരെങ്കിലും യു കെ വിസിറ്റ് ചെയ്തെങ്കിൽ വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി ഒന്നും കൊടുക്കാറില്ല. താരതമ്യേന അവിടെ സേഫ് ആണ് എന്നുള്ളൊരു കൺസിഡറേഷനാണ്. സാധാരണഗതിയിൽ അവർ കൊടുക്കുന്ന സെക്യൂരിറ്റീസ് മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷെ ഇവിടെ ട്രംപിന് 1500 അഡീഷണൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു സെക്യൂരിറ്റി വിങ്ങിൽ. കാരണം വേറെ ഒന്നുമല്ല, ഈ ചാർലി ക്രിക്ക് കൊല്ലപ്പെട്ട ആ ഒരു സാഹചര്യം നിലനിൽക്കവേ ട്രംപ് യു കെയിൽ എത്തുന്ന സമയത്ത് ട്രംപിനെയും ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്തിയേക്കാം എന്നുള്ള ഒരു കരുതലുണ്ടായിരുന്നു. ആ കരുതലിന്റെ പേരിലാണ് 1500 അഡീഷണൽ ഫോഴ്സ് നിയമിച്ചത്. 1600 പേരെ അഡീഷണൽ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രംപിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. ട്രംപിന്റെ പ്രധാനപ്പെട്ട വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനും അതേപോലെ യു കെയുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും റഷ്യൻ ഓയിലിന്റെ ആ ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കണം, അതിന് എന്താണോ നടപടിക്രമങ്ങൾ എടുക്കേണ്ടത് അത് എത്രയും വേഗം എടുക്കുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം നിങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ബെലാറസും റഷ്യയും കൂടി ചേർന്ന് നടത്തിയ ഒരു മിലിറ്ററി പരേഡ് ഉണ്ടായിരുന്നു, സോർബസ് എന്ന് പറഞ്ഞിട്ട്. ആ സോർബസ് 2025 ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 60 പേരാണ് അതിൽ പോയി പങ്കെടുത്തത്. അപ്പോൾ ഇത് യൂറോപ്യൻ യൂണിയനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം, ഇന്ത്യയുടെ നിലപാടുകളിൽ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതിലൊന്നും യാതൊരു മാറ്റം വരുത്താൻ പാടില്ല. ഇന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ റഷ്യയിൽ ആ ഒരു മിലിറ്ററി പരേഡിൽ പങ്കെടുക്കാതിരുന്നാൽ നാളെ യൂറോപ്യൻ യൂണിയൻ പറയുന്നതിനെല്ലാം അവരുടെ ചൊൽപ്പടിക്കൊത്ത് നമ്മൾ തുള്ളേണ്ടി വരും. അങ്ങനെ തുള്ളുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. അത് തന്നെയാണ് ഇന്ത്യയുടെ പ്രത്യേകത. അപ്പൊ ട്രംപ് ഇത്രയും നാളും ശ്രമിച്ചിട്ട് ഇന്ത്യയെ റഷ്യയുടെ സൈഡിൽ നിന്നും അകറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ യൂറോപ്യൻ യൂണിയൻ വിചാരിച്ചാൽ അത് കഴിയുമോ? നടക്കില്ല. യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. യൂറോപ്യൻ യൂണിയന് ഇന്ത്യയുടെ സപ്പോർട്ട് അനിവാര്യമാണ്. റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ ശുദ്ധീകരിച്ച് തിരിച്ചത് യൂറോപ്പിലേക്ക് തന്നെ പോകേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഇന്ത്യ പോകരുത്, ഇന്ത്യ റഷ്യയുമായിട്ട് അടുക്കരുത്, ഇന്ത്യ ചൈനയുമായിട്ട് പോകരുത്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ റിലേഷൻസ് ഡീൽ ചെയ്യുന്ന ഖാജ കലാസ്, ഈ ഖാജ കലാസ് പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം, അതായത് ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് വ്യാപാര ബന്ധം മാത്രമല്ല ഉള്ളത്, അതിലുപരി അഡീഷണൽ ആയിട്ട് ശക്തമായ ബന്ധമുണ്ട്. ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ റഷ്യയുമായിട്ട് ഈ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ഒക്കെ ചെയ്യുക, ഇതെല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് യൂറോപ്പിന് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ അസ്വസ്ഥരാണ്, യൂറോപ്പ് അസ്വസ്ഥരാണ്. ഇന്ത്യയുടെ ഈ രീതിയിലുള്ള മിലിറ്ററി പ്രാക്ടീസുകളിൽ നമ്മൾ അമേരിക്കയുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ജപ്പാനുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫിലിപ്പൈൻസുമായിട്ട് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയയുമായിട്ട് ചെയ്യുന്നുണ്ട്. അലാസ്കയിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ഇന്നലെ തീർന്നതേ ഉള്ളൂ. അപ്പൊ അതായത് യൂറോപ്യൻസിന് എന്താണോ വേണ്ടാത്തത് അത് മാത്രം അവർ നുള്ളിപ്പറക്കി ഇങ്ങനെ ചെറിപ്പിക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയെ വിമർശിക്കാനുള്ള സാഹചര്യമാണ് അവർ നോക്കുന്നത്. അതായത് യൂറോപ്യൻ യൂണിയൻസ്, നിങ്ങളുടെ ഈ ചരിത്രപരമായിട്ടുള്ള ഈ സ്വഭാവമാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഈ രീതിയിൽ ചെറിപ്പിക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്, ഇന്ത്യക്കല്ല. അതും കൂടി നമ്മളിവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേപോലെ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ ഉർസല വണ്ടർലൈൻ ട്രംപിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ എനർജി സോഴ്സ് റീപ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇതുവരെ കിട്ടിയിട്ടില്ല. യു കെ അണ്ടർ ഇമിഗ്രൻസ്, യു കെ ഇമിഗ്രന്റുകളുടെ കയ്യിലാണ്. യു കെ അണ്ടർ മുസ്ലിംസ്, യു കെ മുസ്ലിമുകളുടെ കയ്യിലാണ്. യു കെ തീവ്രവാദികളുടെ കയ്യിലുമാണ്. ഇതാണ് ടോമി റോബിൻസൺ പറഞ്ഞു വെക്കുന്നത്. ഈ ആന്റി ഇമിഗ്രന്റ് സെന്റിമെന്റ് കൊണ്ട് യു കെ ശരിക്കും പലതും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇതെല്ലാം എൻ്റെ വാക്കുകളല്ല, ടോമി റോബിൻസന്റെ വാക്കുകളാണ്. പുള്ളി അതിലുപരിയായിട്ട് പറഞ്ഞു വെക്കുന്നത് ശരിക്കും ഹൗസ് ഷോർട്ടേജ് ഉണ്ട് ഇവിടെ. ഹോട്ടലുകളിൽ, പല ഹോട്ടലുകളിലും ഇമിഗ്രന്റുകളാണ് താമസം. യു കെയുടെ ഫണ്ട്, ടാക്സ് ഫണ്ട് മൊത്തം സ്പെൻഡ് ചെയ്യുന്നത് ആ രീതിക്കാണ്. ഇതിനെല്ലാം പുറകിലുള്ളത് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണ്. ഇന്ത്യ ബെറ്റർ പൊളിറ്റിക്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ലോകമെമ്പാടുമുള്ള ഈ ഒരു പൊളിറ്റിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഫാർ ബെറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസിനെയും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും ഇന്ത്യ ഭരിക്കുന്ന നേതാക്കളെയും ഇന്ത്യയുടെ ഈവൻ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ വരെ പ്രശംസിച്ചുകൊണ്ടാണ് ടോമി റോബിൻസൺ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ രീതിയിൽ നിങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് ചിന്തിക്കേണ്ട. പൊളിറ്റിക്സിൽ പല ഗെയിമുകളും പല രീതിയിലുള്ള ചരടുവലികളൊക്കെ നടക്കും. അതൊക്കെ തറ ഗെയിമുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ പൊളിറ്റിക്സിനെ പൊളിറ്റിക്സ് ആയിട്ട് വളരെ പ്യൂറായിട്ട് ചെയ്യുന്നത് ഇന്ത്യയാണെന്നാണ് പുള്ളിയുടെ വിലയിരുത്തൽ. അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞു വെക്കുന്നത് വി വാണ്ട് അവർ കൺട്രി ബാക്ക്. ഞങ്ങൾക്ക് ഈ ഇമിഗ്രന്റുകളുടെ കയ്യിൽ നിന്നും ഈ മൈനോറിറ്റികളുടെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് യു കെ എന്ന് പറഞ്ഞ ഞങ്ങളുടെ രാജ്യം വേണം, യുണൈറ്റഡ് കിങ്ഡം തിരിച്ചു വേണം എന്നാണ് പുള്ളി പറയുന്നത്. അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, ആൾമോസ്റ്റ് സിമിലർ വിത്ത് ട്രംപ്. അത് തന്നെയാണ് പുള്ളിയുടെ ആ ഒരു സ്റ്റാൻഡ് പോയിന്റ്. ടോമി റോബിൻസൺ സപ്പോർട്ട് ഇന്ത്യൻസ്, ഹിന്ദുസ്, ക്രിസ്ത്യൻസ് എല്ലാം ടോമി റോബിൻസൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇസ്ലാമിക് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. 57 ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റങ്ങളെ പുള്ളി പേടിയോടുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് അതിനെ തടയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ആരെയും പിടിച്ച് പുറത്താക്കണമെന്നല്ല ടോമി റോബിൻസൺ പറയുന്നത്. പക്ഷേ യു കെ പൗരന്മാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം ഗവൺമെന്റ് ചലിക്കാൻ. ഗവൺമെന്റ് ആണ് ഈ വിഷയത്തിനെ ഇത്രമാത്രം
വഷളാക്കിയത് എന്നും കൂടി പുള്ളി പറയുന്നുണ്ട്. ഇമിഗ്രന്റുകളെ കുറ്റം പറയുന്നതിന് പകരം പുള്ളി ഗവൺമെന്റിനെയാണ് കുറ്റം പറയുന്നത്. പൊളിറ്റീഷ്യൻസിന്റെ നിലപാടുകൾ ശരിയല്ല. പൊളിറ്റീഷ്യൻസ് പലപ്പോഴും വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഇമിഗ്രന്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ ഇമിഗ്രന്റുകളുടെ ആ ഒരു വരവിനെ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ UK നഷ്ടപ്പെടും. ഇതാണ് പുള്ളിയുടെ കാഴ്ചപ്പാട്. അൾട്ടിമേറ്റ്ലി ടോമി റോബിൻസൺ ഒരു കൂട്ടരെയും കൂടെ എതിർക്കുന്നുണ്ട്. അത് LGBTQ++ കമ്മ്യൂണിറ്റിയാണ് എതിർക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ LGBTQ++ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ് പൊതുവിൽ. ഒരു മനുഷ്യൻ ജീവിക്കാൻ എന്താണ് വേണ്ടത്? ഫുഡ്, ഷെൽട്ടർ, ഡ്രസ്സ്, ഇതൊക്കെ മതി ജീവിക്കാൻ. പ്രായപൂർത്തിയാകുമ്പോഴാണ് ഈ ജെൻഡറിന്റെ വിഷയം അവിടെ കയറി വരുന്നത്. അതുവരെ ജീവിക്കണമല്ലോ, സർവൈവലാണ് ബേസിക്. അപ്പോൾ ഈ ജെൻഡറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ LGBTQ++ൽ ഇതിനകത്ത് എത്ര കാറ്റഗറി ഉണ്ട് എന്നുള്ളത് ആർക്കും തന്നെ വ്യക്തമല്ല. ഇവർക്ക് ഒന്നെങ്കിൽ ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ ട്രീറ്റ്മെന്റ് എടുത്ത് മാറാനുള്ള സാഹചര്യമുണ്ട്. അത് പലരും ഇവിടെ ചെയ്യുന്നില്ല. അത് എക്സ്പെൻസീവ് ആണെന്ന് വേണമെങ്കിൽ പലരും എക്സ്ക്യൂസ് പറയാറുണ്ട്. ഉപരിയായിട്ട് ഈ LGBTQ++നെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പറഞ്ഞാൽ ഒരു ഫാമിലി ലൈഫ് ഉണ്ട്. ഈ ഫാമിലി ലൈഫിനെ തകർക്കും ഈ LGBTQ++. അത് ഫാക്റ്റാണ്. ഇനി അഥവാ ലെസ്ബിയനിൽ അവർ കപ്പിൾസ് ഉണ്ട്, ഹോമോസെക്ഷലി കപ്പിൾസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കപ്പിൾ വാദങ്ങൾ ഉയർത്തുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ റെപ്രൊഡക്ഷൻ അതെങ്ങനെ സാധിക്കും? ഇതൊരു ചോദ്യചിഹ്നമാണ്. അത് മനുഷ്യകുലം സർവൈവ് ചെയ്യണ്ടേ? അപ്പോൾ ആ സർവൈവലിന് തന്നെ ഒരു ഭീഷണിയാണ് LGBTQ+. അപ്പോൾ ഇത് ശരിക്കും ഒരു ഹ്യൂമൻ എന്നുള്ള നിലയിൽ അവർക്ക് എല്ലാ റെസ്പെക്റ്റും കൊടുക്കണം. അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു ആവശ്യമില്ല. അഥവാ ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടി LGBTQ ആ കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കുക. അവർക്ക് വേണ്ട മോറൽ സപ്പോർട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് മറ്റുള്ളവരെ പോലെ തന്നെയുള്ള മാനസികാവസ്ഥയുണ്ട്. അവരുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇവരുടെ മെന്റൽ ഹെൽത്ത് എപ്പോഴാണ് ഇവർക്ക് ഡാമേജ് ഉണ്ടാകുന്നത് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുമ്പോഴാണ്. അതാണ് ഈ സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. അത് ചെയ്യാതിരിക്കുക. അവർക്ക് ഈക്വലായിട്ട് എല്ലാ റെസ്പെക്റ്റും കൊടുക്കുക. അവരെ നന്നായിട്ട് പഠിപ്പിക്കുക. അവർക്ക് സൊസൈറ്റിയിൽ ഒരു ജോലിയിൽ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ അതിന് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ജെൻഡറിനെ റെസ്പെക്ട് ചെയ്യുക. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിലൊരു ബോധ്യം വേണ്ടത് അത് ഒരു നെക്സ്റ്റ് ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് വേണമെങ്കിൽ അവർ ദത്തെടുക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ സ്പെസിമെൻ ട്യൂബിൽ കുട്ടികളെ ഉണ്ടാക്കും എന്നൊക്കെ അവർ പലതും പറയും. പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ പിന്നെ കുട്ടികളില്ലാത്ത ദമ്പതികളില്ല. യെസ്, കുട്ടികളില്ലാത്ത ദമ്പതികളുണ്ട്. പക്ഷേ അവരെയും ഈ LGBTQനെയും നമുക്ക് ഒരുമിച്ച് ഒരേ ലൈനിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അത് വേറെ, ഇത് വേറെയാണ്. ഇപ്പം നോർമൽ ലൈഫിൽ തന്നെ മാരീഡ് കപ്പിൾസിന് കുട്ടികളില്ലാത്ത കപ്പിൾസ് ഉണ്ടെന്ന് ആയിക്കോട്ടെ, ഓക്കെ, യെസ്. പക്ഷേ എല്ലാവരും അതാണോ ആഗ്രഹിക്കുന്നത്? കുട്ടികളില്ലാത്ത ദമ്പതികളായിട്ട് ജീവിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്? ഇല്ല, അല്ലേ? പിന്നെ നമ്മുടെ സൊസൈറ്റി അതിനെ പാച്ചപ്പ് ചെയ്ത് അതങ്ങനെയല്ല, ഒരാൾക്ക് മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുകയാണ്. പിന്നെ അത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകാൻ തന്നെ. അതിന് വേണ്ടിയിട്ടാണല്ലോ നിയമ സംവിധാനങ്ങളൊക്കെ ഇവിടെ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ വേണം കാണാൻ. അപ്പോൾ LGBTQ++നെ പല കാരണങ്ങൾ കൊണ്ടും ടോമി റോബിൻസന്റെ ടീം എതിർക്കുന്നുണ്ട്. അതുകൊണ്ടല്ല നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഈ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഒരാൾക്ക് ഏത് സാഹചര്യത്തിലും അവർക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ഹോമോയാണ്, അല്ലെങ്കിൽ ഞാൻ ലെസ്ബിയനാണ്, അല്ലെങ്കിൽ ഞാൻ ട്രാൻസ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഹെട്രോയാണ്, ഞാൻ ബൈ ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാൻ പറ്റും. ക്രെഡിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ ഒരാൾക്ക് എന്ത് വേണേലും പറയാം, ആർക്കും ആരുടെ കൂടെ വേണേലും പോവാം. അതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം. അല്ലെങ്കിൽ ഇതിനകത്തൊരു നിയമ സംവിധാനം കൊണ്ടുവന്ന് ഇവരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഇവരുടെ ജെൻഡർ എന്താണെന്നുള്ളത് ഇവരെ ഉറപ്പുവരുത്തിക്കൊണ്ട് ജെൻഡർ കാർഡുകൾ ഇഷ്യൂ ചെയ്യണം. ജെൻഡർ കാർഡ് ഇഷ്യൂ ചെയ്യാതെ എൻ്റെ ജെൻഡർ എനിക്ക് പുറത്തു പറയാൻ താല്പര്യമില്ല എന്നാൽ പിന്നെ മറ്റുള്ളവർ എന്ത് കരുതണം? അല്ലെങ്കിൽ നീ ആണാണോ പെണ്ണാണോ നടുക്കാണോ, അല്ലെങ്കിൽ കുറച്ച് മാറിയിട്ടാണോ, അല്ലെങ്കിൽ നീ കുറച്ച് വലത്തോട്ട് മാറിയിട്ടാണോ, അല്ലെങ്കിൽ കുറച്ച് ഇടത്തോട്ട് മാറിയിട്ടാണോ, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് വലിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് അമേരിക്കയിൽ ഇതിനെയൊക്കെ തടസ്സപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം അവരുടെ ജെൻഡർ ബൈ നാച്ചുറലി അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പ്രജുഡീസ് ആയിട്ട് ചില എഡ്യൂക്കേഷൻ സിസ്റ്റംസ് കൊടുത്തിട്ട് നീ ഇന്നതാണ് അല്ലെങ്കിൽ നീ ഇന്നതായിരിക്കാം എന്നുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ പാടില്ല. അത് മുൻകൂട്ടി തന്നെ നീ ഇന്നതാണ്, എനിക്ക് കണ്ടിട്ട് ഇങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അതിലേക്ക് ചിലപ്പോൾ ഫോക്കസ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ നോർമലൈസേഷൻ കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. ഇതിലുപരിയായിട്ട് ഇത് വലിയൊരു സബ്ജക്റ്റാണ്. ഇതിനകത്ത് വളരെയധികം വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഈ ലെസ്ബിയൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ ലേറ്റസ്റ്റ് പഠനം എന്ന് പറഞ്ഞാൽ ഇതൊരു പോളിജീനിക് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ലേറ്റസ്റ്റ് പഠനങ്ങൾ ഈ ഒരു പോളിജീനിക് ആക്ടിവിറ്റിയിലൂടെയാണ് ഈ ഒരു ജെൻഡർ ഈ ഫീലിംഗ്സ് രൂപപ്പെട്ട് വരുന്നതായിട്ടാണ് ഇപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പഠനങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇതിനകത്തൊരു കൺക്ലൂഷൻ എത്താൻ പറ്റിയിട്ടില്ല. നിലവിലുള്ള ലേറ്റസ്റ്റ് പഠനമാണ് ഇത് നമ്മുടെ ശരീരത്തിലുള്ള പല ജീനുകളുടെ കൂട്ടായ പ്രവർത്തനമാണെന്നാണ് ഇപ്പോൾ നിലവിലുള്ള പഠനം. അപ്പോൾ ഈ LGBT കമ്മ്യൂണിറ്റി നോർമലൈസേഷനെയും ഈ ടോമി റോബിൻസൺ എതിർക്കുന്നുണ്ട്, ഒപ്പോസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ തലമുറയെക്കുറിച്ചുള്ള ഒരു കൺസേൺ, അതായത് അവരുടെ തലമുറയിൽ ഇനി വരുന്ന കുട്ടികൾ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടേക്കാം. കാരണം ഗ്രൂമിംഗ് ഗ്യാങ് പോലത്തെ ഗ്യാങ്ങുകളൊക്കെ UK-യിൽ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ പോലത്തെ ഗ്യാങ്ങുകൾ, അതേപോലെ ഈ മൈനോറിറ്റീസ്, ഇതിനെല്ലാം വളരെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ടോമി റോബിൻസൺ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ പുതിയ ആശയം.
യുണൈറ്റ് ദ കിങ്ഡം. അതായത് ഈ മൈനോറിറ്റികൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഉണ്ടല്ലോ, ദ ഗ്രേറ്റ് ഇമിഗ്രേഷൻ, അതാണ്, അതിനെതിരെയാണ് ഇപ്പോൾ ടോമി റോബിൻസൺ ഈ നിലപാടുകൾ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യക്കാരെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യമല്ല ടോമി റോബിൻസൺ ഉള്ളത്. അത് പുള്ളി തന്നെ തുറന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി പലരും ഇന്ത്യക്കാരെ UK നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് വീഡിയോ ഇടും. അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്താണ് UK ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.